ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്മൾ വളരെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന നമ്മുടെ ഫോൺ ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്, റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് അവർ ഫോൺ കൊണ്ടുപോയി തിരിച്ച് നമുക്ക് തരുന്ന സമയത്ത് ചിലപ്പോൾ പല സെറ്റിംഗ്സുകളും പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട്, പല ഓപ്ഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെയധികം നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. പക്ഷെ നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഫോണിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ആണ്, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഓപ്ഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈൽ ഓപ്പൺ ചെയ്ത് ലൈവായിട്ട് ഞാൻ കാണിച്ചു. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനത്തെ നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വളരെ സ്റ്റൈലായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ, ഹോം സ്ക്രീനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. അതിനായി നമ്മൾ സെറ്റിംഗ്സിൽ ഒന്ന് പോവാണ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അഡീഷണൽ സെറ്റിംഗ്സ്, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉള്ളത്. ഇപ്പൊ നമുക്ക് സാധാരണ ആളുകളാണെങ്കിൽ, ഇതിനെ കുറിച്ചൊന്നും അത്ര അറിവില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് പോയാൽ മതി. സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ലേ ഔട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലേ ഔട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. LAYOUT, ലേ ഔട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ലേ ഔട്ട്, ഇവിടെ താഴെ നിരവധി ഓപ്ഷൻസ് വരുന്നുണ്ട്. ബട്ടൺ ലേ ഔട്ട്, അങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ലോക്ക് ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഫോൺ നമ്മുടെ കുട്ടികൾക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ നമ്മുടെ പല ആപ്പുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അവർ ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകളും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മാറ്റി പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത് പോകാൻ, അറിയാതെ ആക്സിഡന്റലി അവർ ഡിലീറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡിസ്പ്ലേ എന്നൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോക്ക് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സെറ്റിംഗ്സിൽ തന്നെ ലോക്ക് ദി ഹോം സ്ക്രീൻ ലേ ഔട്ട് സോ യു ഡോണ്ട് ആക്സിഡന്റലി മൂവ് ഓർ ഡിലീറ്റ്. അതായത് നമ്മൾ അറിയാതെ തട്ടി പോയിട്ട് ഡിലീറ്റ് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൂവ് ചെയ്യാനൊന്നും ഇത് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. അപ്പൊ ഹോം സ്ക്രീൻ ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഏത് ആപ്ലിക്കേഷനും ഇതേപോലെ ഡിലീറ്റ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് വരുന്ന മെസ്സേജ് ഇവിടെ കണ്ടോ, ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ഹോം സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ തട്ടിപ്പോയിട്ട് ഹോം സ്ക്രീനിൽ നമ്മുടെ ആപ്പുകളൊക്കെ ഡിലീറ്റ് ആയി പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് വെച്ച് നോക്കുക. എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്.